ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വാബ് ക്രിയേഷൻ. നമ്മളിന്നിവിടെ ഒരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ഒരു ചെടിച്ചട്ടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു വഞ്ചിയുടെ ഷേപ്പിൽ. നമുക്ക് പറമ്പിൽ നിന്ന് ഒരു പൊതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വഞ്ചിയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടിയും എനബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഉൾവശത്ത് മണൽ വെച്ചിട്ട് നിറയ്ക്കുകയാണ്, അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതേ നന്നായിട്ട് മണൽ നിറച്ചിട്ടുണ്ട്. ഇനി അതിനിങ്ങനെ കമഴ്ത്തി വെക്കണം. കമഴ്ത്തി വെക്കുമ്പോൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് മണലും സിമെൻറ്റും കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മണലും 1/2 കപ്പ് സിമെൻറ്റും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് തിക്കിൽ വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്, നന്നായിട്ട് ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ അതേ നല്ല തിക്കിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇട്ടിട്ട് അതിന് ആ വഞ്ചിയുടെ ഷേപ്പിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1-1.5 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അത് വഞ്ചിയുടെ ഷേപ്പിൽ തന്നെ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റാക്കി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് നമ്മുടെ കൊലരോ നമ്മളെന്താ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണായാലും മതി, അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ അത് 1 ദിവസം വെക്കണം കേട്ടോ. 1 ദിവസം വെച്ചാലാണ് നന്നായിട്ട് ഉണങ്ങുള്ളൂ. കമ്പിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ദിവസം നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. ഇപ്പോൾ അതേ നമ്മൾ 1 ദിവസം കഴിഞ്ഞ് അത് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന മണലൊക്കെ എടുത്തിട്ട് ആ പൊതമ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേ പതുക്കെ തന്നെ നമുക്കിങ്ങനെ കിട്ടും. അത് ഉണങ്ങുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങോട്ട് വിട്ടുപോരും. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൊതമ്പൊക്കെ എടുത്ത് മാറ്റാണ്. അപ്പോൾ നമ്മുടെ വഞ്ചിയുടെ ഉള്ളിൽ നിന്ന് പൊതമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സിമെൻറ്റ് വെച്ചപ്പോൾ കുറച്ചിങ്ങനെ എഡ്ജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സാൻഡ് പേപ്പർ ഒരക്കടലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ഹാർഡായിട്ടുള്ളത് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വഞ്ചി ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചത് ഷേപ്പ് ചെയ്ത് നല്ല മിനുസത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റഫ് ആവില്ല കേട്ടോ. ഞാനത് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി റഫായിട്ടാണ് കിട്ടിയത്. നമ്മളത് അത് ഒരക്കടലാസ് വെച്ച് ഉരച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വെള്ളത്തിലിടണം. ഏകദേശം ഒരു 3 ദിവസം നമുക്കിത് വെള്ളത്തിൽ, നമ്മളിത് 3 ദിവസം കഴിഞ്ഞ് അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിന് വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ എമൽഷൻ ഉണ്ടല്ലോ, അതാണ് അതിന് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഞാനിത് കഴിഞ്ഞിട്ട് ബ്രൗൺ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് കളർ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേ നമ്മൾ ബ്രൗൺ കളർ അടിക്കുകയാണ്. അതും ഏഷ്യൻ പെയിൻറ്റിൻ്റെ സാധാരണ പെയിൻറ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ആ ബ്രൗൺ ഷെയ്ഡ് മാത്രം മതിയായിരുന്നു. ഞാൻ സിമെൻറ്റിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളർ കാണാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് അടിച്ചു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് കളറാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടം അടിക്കേണ്ടി വന്നു. ആ ബ്രൗൺ കളർ 2 കൂട്ടം അടിക്കുമ്പോഴാണ് ആ കറക്റ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു കൂട്ടും കൂടിയും ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ വൈറ്റ് ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ബ്രൗൺ ഷെയ്ഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിൽ ഏത് ചെടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതിനുശേഷം നമ്മളതൊന്ന് വെള്ളത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഫിഷ് ടാങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു എന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കാം കേട്ടോ. താങ്ക് യു.